നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. മധ്യ ഏഷ്യ ശാന്തമായി സമാധാനത്തോടെ GCC രാജ്യങ്ങളും ഇറാനും അതുപോലെ തന്നെ അമേരിക്കയും ഒക്കെ ചർച്ചകളിലേക്ക് വഴിമാറുന്നു എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ തെറ്റാണ്. അമേരിക്ക കൊണ്ടാലും പഠിക്കാത്തൊരു രാജ്യമാണ്. ഇറാഖിനെ ചൂഷണം ചെയ്ത പോലെ ഇറാനെ കയറി അടിച്ച് പരത്തി അവിടെ റെജീം ചേഞ്ചും ഒക്കെ ഉണ്ടാക്കി നിരങ്ങാം എന്ന് വിചാരിച്ചവർക്ക് 8ൻ്റെ പണി ഇറാൻ കൊടുത്തു എന്നുള്ളത് നേരാണ്. പക്ഷേ അവിടെ കൊണ്ട് പ്രശ്നം തീരുന്നില്ല. ഇസ്രയേലിനെ സംരക്ഷിച്ച് പിടിക്കുന്ന 51ാമത്തെ സ്റ്റേറ്റായി തന്നെ ഡൊണാൾഡ് ട്രംപ് കണക്കാക്കുമ്പോൾ നെതന്യാഹുവിൻ്റെ റെജീം ചേഞ്ച് ഇസ്രയേലിൽ നടപ്പിലാക്കാൻ വേണ്ടിയുള്ള നീക്കം ഇറാൻ വീണ്ടും പൊടി തട്ടിയെടുത്തിരിക്കുകയാണ്. അതായത് ഇറാൻ വളരെ വ്യക്തമായി പറഞ്ഞു, അമേരിക്കയുമായ അനിശ്ചിതകാലത്തേക്ക് ഇനി പോരാട്ടമൊന്നുമില്ല എന്നുള്ള രീതിയിലേക്കാണ് വന്നിരിക്കുന്നതെങ്കിൽ പോലും ഉപാധികളോടെ കരാറിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി ഭാവി തീരുമാനിക്കപ്പെടുന്നത്. എന്നാൽ ഇസ്രയേലുമായി ഒരു കരാറുമില്ല, ഒരു സന്ധിയോ സംഭാഷണമോ ഇല്ല. കാരണം വെറി പിടിച്ച യുദ്ധകൊതിയനായ നെതന്യാഹു, അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുമായി ഒരു സംസാരത്തിൻ്റെ സാധ്യത പോലും ഉണ്ടാകാൻ പറ്റത്തില്ല. വിദൂരമാണ് അത്തരത്തിലുള്ള ചർച്ചകളുടെ സാധ്യതകളെ പറ്റി അന്വേഷിക്കുമ്പോൾ. ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ്റെ പതനം, റെജീം ചേഞ്ചിൽ കുറഞ്ഞതൊന്നും അവരാഗ്രഹിക്കുന്നില്ല. എന്നാൽ ഇസ്രയേലിന് അതിനും വേണ്ടിയുള്ള കരുത്തുമില്ല. അമേരിക്ക ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഇസ്രയേൽ ചില നീക്കങ്ങൾ നടത്തുന്നത് ഒഴിച്ചാൽ ഇസ്രയേൽ ഇനിയും തട്ട് വാങ്ങിച്ചു കൂട്ടാനിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം നെതന്യാഹു ഭയന്ന് വിറച്ച് തന്നെയാണ് ഇരിക്കുന്നത്. ഇസ്രയേലിൻ്റെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റവും ഇസ്രയേലിൻ്റെ ഡിഫൻസ് സിസ്റ്റവും എല്ലാം തകിടം മറിയുന്ന കാഴ്ച നോക്കൂ. എയർ ബേസുകളെല്ലാം അമേരിക്കയുടെ GCC രാജ്യങ്ങളിൽ നിന്നും പറിച്ചു മാറ്റാൻ ഉത്തരവിടുന്ന രീതിയിലേക്കാണ് ഗൾഫ് രാജ്യങ്ങളുടെ GCC രാജ്യങ്ങളുടെ ഈ കൂട്ടായ്മ എടുത്തിരിക്കുന്ന തീരുമാനം വന്നിരിക്കുന്നത്. അങ്ങനെ സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇറാൻ വീണ്ടും അടുത്ത പദ്ധതികളിലേക്ക് കടക്കും. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഭയം എന്ന വാക്ക് അവരുടെ നിഘണ്ടുവിൽ ഇപ്പോൾ ഇല്ല. ഭയപ്പെടുന്ന അമേരിക്കയാണ്. സർവ്വസന്നാഹങ്ങളും കൈമുതലായിട്ടുള്ള ലോക പോലീസാണെന്ന് സ്വയം വിചാരിക്കുന്ന അമേരിക്ക യഥാർത്ഥത്തിൽ അവർ വിഷണ്ണരായിരിക്കുന്ന ഒരവസ്ഥയാണ്. അവരെ കൊണ്ട് തിരിച്ചടിക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ വലിയ രീതിയിലുള്ള അസ്വസ്ഥത രൂപപ്പെട്ടു. ആനയ്ക്കതിൻ്റെ വലിപ്പം അറിയില്ല, അല്ലെങ്കിൽ അതിൻ്റെ ശക്തി അറിയില്ല എന്നൊക്കെ പറയുന്ന പോലെ ഒരു പാപ്പാൻ്റെ തോട്ടി കണ്ടാൽ ആന വിരണ്ടിരിക്കുന്നത് പോലെയാണ് അമേരിക്കയുടെ അവസ്ഥ എന്ന് പ്രതിപക്ഷം ഉദാഹരണ സഹിതം ഡൊണാൾഡ് ട്രംപിനെ നോക്കി കളിയാക്കുന്നു. എവിടെ പോയി നിങ്ങളുടെ ഭരണ രീതികൾ? നിങ്ങൾ ഒരു ദിവസം പറയുന്നതല്ല അടുത്ത ദിവസം പറയുന്നത്. യൂറോപ്യൻ യൂണിയൻ്റെയോ അല്ലെങ്കിൽ നാറ്റോ രാജ്യങ്ങളുടെയോ സഹായം ഞങ്ങൾക്ക് ആവശ്യമില്ല. പിന്നെ പറയുന്നു സഹായം ഞങ്ങൾക്ക് വേണം, ഞങ്ങളെ എന്തുകൊണ്ട് സഹായിക്കുന്നില്ല? ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യത്തിലും ഹോർമുസ് കടലിടുക്കിലെ വിഷയത്തിലും ഒന്നും നാറ്റോയോ UN ഒന്നും ഇടപെടുന്നില്ല. സുരക്ഷാ സമിതിയിലും ഈ വിഷയങ്ങളിൽ ഒരു തീരുമാനം ഉണ്ടാകുന്നില്ല. ഇത്തരത്തിലാണ് പരസ്പര വിരുദ്ധമായിട്ടുള്ള സംസാരമാണ്. വളരെ അവാസ്തവമായിട്ടുള്ള രീതിയാണ് കൃത്യമായും അമേരിക്കയുടെ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് ഫോളോ ചെയ്യുന്നത്.